മറ്റു പ്രഖ്യാപനങ്ങൾ അതിൻ്റെ ഊന്നൽ അത് ശരിയായ ദിശയിലല്ല എന്ന രൂക്ഷമായ വിമർശനമാണ് ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും പ്രതിപക്ഷ നിരയിലെ MP-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട്. ശ്രീ PK വിജയൻ, ഇപ്പോൾ അടുത്തയാഴ്ച നികുതി പരിഷ്കരണ ബിൽ പാർലമെന്റിൽ വരാൻ പോവുകയാണ്. എന്തായിരിക്കും അതിലൂടെ ഉദ്ദേശിക്കാൻ പോകുന്നത്? ഇപ്പോൾ വമ്പൻ പ്രഖ്യാപനമാണ്. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് അവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന തീരുമാനം അപ്രതീക്ഷിതമായ പ്രഖ്യാപനമാണ്. പക്ഷേ നമ്മൾ അത്ര സുഭദ്രമായ ഒരു നിലയിലുള്ള സമ്പദ് ഘടനയോ വ്യവസ്ഥയോ അല്ല. ആ നിലയിലേക്ക് വളരാനുള്ള വലിയ കുതിപ്പിലാണ് നമ്മൾ എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഏത് തരത്തിലായിരിക്കും മാറ്റം വരാൻ പോകുന്നത്? അതിൻ്റെ ഇമ്പാക്റ്റ് എന്താവും? ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായൊക്കെ കണക്ട് ചെയ്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു ബിൽ എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അവിടെ സംഭവിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും പുതിയ ബില്ലിൽ പ്രധാനമായും ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസിൽ ഒരു സിംപ്ലിഫിക്കേഷനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കൂടുതൽ ടാക്സ് പെയർ ഫ്രണ്ട്ലി ആയ പ്രൊവിഷൻസാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഫസ്റ്റ് ട്രസ്റ്റ് ദെൻ സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞു. പഴയ കാലങ്ങളിലൊക്കെ ഇൻകം ടാക്സ് റിട്ടേണുകളെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ 1% കുറവ് മാത്രമേ ഇന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ പല ഒഫൻസുകളും ഇപ്പോൾ ഡീക്രിമിനലൈസ് ചെയ്യുകയാണ്. ഇപ്പം ടാക്സ് പേയേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പുതിയ ഇൻകം ടാക്സ് ആക്റ്റാണ് വരാൻ പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പല ഈ ആളുകളും പറഞ്ഞ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാനുണ്ട്. ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് പലരും വളരെ ആശങ്ക രേഖപ്പെടുത്തി. 6.4% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണെങ്കിലും നമ്മുടെ മറ്റ് 5 വികസിത രാജ്യങ്ങൾ USA, ചൈന, ജർമ്മനി, ജപ്പാൻ ഇവിടെയൊക്കെ ഇതിനേക്കാളും വളരെ കുറവാണ്. ചൈനയിൽ പോലും 4.5 ഉള്ളൂ, അമേരിക്കയിൽ 2 ഉള്ളൂ, ബാക്കി ജർമ്മനി, ജപ്പാനൊക്കെ 1ൻ്റെ അടുത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് 8 തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള 2 മാർഗ്ഗങ്ങളിൽ ഒന്ന് റിസർവ് ബാങ്കിൻ്റെ പലിശ കുറയ്ക്കലായിരുന്നു. പക്ഷേ റിസർവ് ബാങ്ക് ഫോർ ദെയർ ഓൺ റീസൺസ് അവരത് ചെയ്തില്ല. പിന്നെ അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള മൂവാണ് ഈ ടാക്സ് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. ടാക്സ് റേറ്റ് ഞാൻ അവിടെ ഒരു സംശയം വിജയകുമാർ സാർ, എനിക്ക് അവിടെ ഒരു സംശയമുള്ളത്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ഒന്നിപ്പോൾ വിപണിയിൽ കൂടുതൽ ലിക്വിഡിറ്റി വരും, കാരണം നികുതിയുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ റിബേറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ ഈ പലിശ നിരക്ക് കൂടി കുറയ്ക്കുകയാണെങ്കിൽ, റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂടി കുറയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി പണലഭ്യത മാർക്കറ്റിലുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകില്ല. ഇൻഫ്ലേഷണറി പ്രഷർ ശരിക്കും മാർക്കറ്റിന് കൊടുക്കുന്ന ഒരു തീരുമാനമായി ആയിരിക്കില്ലേ അത്? അപ്പോൾ ഈ കാര്യത്തിലൊരു ബാലൻസിന് റിസർവ് ബാങ്കിന് ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും റിസർവ് ബാങ്കിന് ബാധ്യതയുണ്ട്. റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കും എന്നുള്ളത് നമ്മുടെ അനുമാനമാണ്. റിസർവ് ബാങ്ക് നേരത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടായിരുന്നു പലിശ കുറയ്ക്കാൻ, എന്നിട്ട് പോലും ചെയ്തില്ല. അപ്പോൾ ഇനി കുറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ടാക്സ് റേറ്റ് കുറച്ച നിലയ്ക്ക് ഇപ്പോൾ തന്നെ ധാരാളം ഒരു ഉപഭോഗ ധാരാളിത്തം ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ആ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്, നിർമ്മല സീതാരാമൻ ഒരു ന്യൂ റെഷീം എന്ന് പറഞ്ഞത് കൊണ്ടുവന്നപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലുള്ള ETC പോലെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു ഡിസിൻസെൻറ്റീവ് ആയിരുന്നു. ഇനി ആരും LIC പോളിസി എടുക്കില്ല, മ്യൂച്വൽ ഫണ്ടിൽ എടുക്കില്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പക്ഷേ അത് അവരെ ഒരു കോൺഷ്യസ് ഡിസിഷനാണ് അവരെടുത്തിട്ടുള്ളത്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് ഏറ്റവും അധികം ഇൻകം ഏൺ ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ മില്ലേനിയൽസും സെൻറ്റേനിയൽസും ആണ്. അതായത് 1980 ശേഷം ജനിച്ചവരാണ്. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾ മക്കൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ പെട്ടുന്ന കുട്ടികൾ ഒരു 30 to 40-45 ഇയേഴ്സ്, അവർക്ക് അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വിശ്വാസമില്ല. അവർ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അവരത് മാർക്കറ്റിൽ ഇറക്കും. അവർ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ് വാങ്ങും, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് വാങ്ങും, പുതിയ കാർ വാങ്ങും. ഇതെല്ലാം ഇവിടുത്തെ ഉപഭോഗത്തിനെ വർദ്ധിപ്പിക്കും, ഇവിടുത്തെ നമ്മുടെ ഗ്രോത്ത് റേറ്റിനെ വർദ്ധിപ്പിക്കും. ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഈ ഡിസിൻസെൻറ്റീവ്, അതായത് പുതിയ റെഷീം കൊണ്ടുവന്നതും ATCയിൽ പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉള്ള ടാക്സ് ബെനിഫിറ്റ് എടുത്തു കളഞ്ഞതും. ഇപ്പോൾ ടാക്സ് റേറ്റും വളരെയധികം വർദ്ധിപ്പിച്ചതോട് കൂടിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഒരിക്കലും ഉണ്ടാക്കില്ല. ഈ ടാക്സ് റേറ്റ് കുറച്ചതുകൊണ്ട്, ടാക്സബിൾ ഇൻകം കൂട്ടിയത് കൊണ്ടും ടാക്സ് വരുമാനം 1 ലക്ഷം കോടി രൂപയാണ് ഇതിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടാകുന്നത്
എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത്രയും ആ 1 ലക്ഷം കോടി രൂപ തന്നെ നമ്മുടെ കമ്പോളത്തിലെത്തും. ആ കമ്പോളത്തിലെത്തുന്നത് മുഴുവൻ മാനുഫാക്ചറിങ് സെക്ടറിൽ പോകും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകും. നമ്മുടെ ഗ്രോത്ത് റേറ്റും വർദ്ധിക്കും. തീർച്ചയായിട്ടും ഇത് ഒരു റെവല്യൂഷണറി സ്റ്റെപ്പാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ റീസൺസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പല ആളുകളും പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇലക്ഷൻ, അവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മിഡിൽ ക്ലാസ് ആണ്, ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്, അവർക്ക് വലിയ ബെനിഫിറ്റ് കിട്ടും, അവർ മാറി BJP വോട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയോ തെറ്റോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു തീരുമാനം ഈ അടുത്ത കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഇതോടൊപ്പം തന്നെ സർപ്രൈസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 12 ലക്ഷം രൂപ വരെ ടാക്സ് റിബേറ്റ് എന്നുള്ളത് അത്ഭുതകരമായ പ്രഖ്യാപനമാണ്.